Hi, I am Rogis Juice, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024-ൽ കേരളത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സ്, ആർക്കിടെക്റ്റ് കോഴ്സ്, ഫാർമസി കോഴ്സ്, ഈ 4 സെക്ടറിലേക്ക് മുഴുവൻ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അത് ഗവൺമെന്റ് സെക്ടർ ആകട്ടെ, ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളാകട്ടെ, ഏതൊരു സെക്ടറിലേക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ www.ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം 2024-ലെ കീമിന് 2 സെക്ടറിലേക്കായിരുന്നു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ കീം എഞ്ചിനീയറിംഗിനും, അനദർ വൺ കീം ഫാർമസി. ഈ രണ്ടിൻ്റെയും എക്സാമിനേഷൻ ഓൺലൈൻ മോഡിൽ കഴിഞ്ഞു. എങ്കിലും ഇനിയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമാണ് എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഈ ജൂൺ 19 വൈകുന്നേരം 6 o'clock വരെയാണ് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക്, വിട്ടുപോയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നു. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇനി ബി ഫാമിന് ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനിയും എഞ്ചിനീയറിങ്ങിന് എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ ആർക്കിടെക്റ്റിനുള്ള നാറ്റ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, നാറ്റ എഴുതി, പക്ഷേ കീമിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെയുള്ളവർക്ക് കീമിൽ വീണ്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ അവസരമുണ്ട്. അതുപോലെ മെഡിക്കൽ സെക്ടറിലേക്കും മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് കീമിന് നാം പ്രത്യേകിച്ച് എക്സാമിനേഷൻ ഒന്നും എഴുതണ്ട. അതിന് നാം എഴുതേണ്ട എക്സാമിനേഷൻ ആയിരുന്നു നീറ്റ് എക്സാമിനേഷൻ. ആ നീറ്റ് എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു. പക്ഷേ ഞാൻ കീമിൽ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ഇനി കേരളത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് വിഷമിച്ചിരുന്നവർക്ക് ഒരു സുവർണാവസരമാണ്. കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ കീമിന് വീണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. എനിക്ക് കേരളത്തിൽ മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളിലേക്കും മെഡിക്കൽ അലൈഡ് സെക്ടറിലെ മുഴുവൻ കോഴ്സുകളിലേക്കും എന്നെ കൺസിഡർ ചെയ്യണം എന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നമുക്ക് മെഡിക്കൽ സെക്ടറും മെഡിക്കൽ അലൈഡ് സെക്ടറിലെയും കോഴ്സുകളെക്കുറിച്ച് നമുക്കറിയാം. ഏതൊക്കെയാണ്? MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ്, ഇങ്ങനെ പോകുന്ന വിവിധ കോഴ്സുകളിലേക്ക്. ഇതിനോടൊപ്പം അഗ്രികൾച്ചർ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും നമ്മൾ കീമിൽ അപ്ലൈ ചെയ്യണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കീമിൽ എഴുതണ്ട. പകരം നാം എഴുതേണ്ടിയിരുന്ന എക്സാമിനേഷൻ ഏതാണ്? CUET എക്സാമിനേഷനാണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടറിലെയും ഗവൺമെൻറ് കൺട്രോൾഡ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും ഒക്കെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ, അതുപോലെ അഗ്രികൾച്ചർ ഓൾ ഇന്ത്യ മുഴുവൻ അഗ്രികൾച്ചർ കോഴ്സുകളുടെ ICARന്റെ അണ്ടറിൽ വരുന്ന മുഴുവൻ ക്യാമ്പസുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാൻ നാം അപ്ലൈ ചെയ്യേണ്ടിയിരുന്ന CUET എക്സാമിനേഷൻ. അതിലൂടെയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള 15% സീറ്റിൽ ഫില്ല് ചെയ്യുന്നത്. ബാക്കി വരുന്ന കേരളത്തിലെ 85% സീറ്റിലേക്ക് അഗ്രികൾച്ചർ സെക്ടറിലെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നാം അപ്ലൈ ചെയ്യേണ്ടത് കീമിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ മെഡിക്കൽ സെക്ടർ ആവട്ടെ, മെഡിക്കൽ അലൈഡ് കോഴ്സുകളാവട്ടെ, അഗ്രികൾച്ചർ കോഴ്സുകളാവട്ടെ, BPharm കോഴ്സ് ആവട്ടെ, നാറ്റ എക്സാമിനേഷൻ, എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പോകുന്ന എല്ലാ സെക്ടറിലേക്കും, ഒരു പ്രൊഫഷണൽ സെക്ടറിലേക്ക് കേരളത്തിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്ന ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എൻട്രൻസ് കമ്മീഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ 2024 ജൂൺ 19 6 PM ബിഫോർ നമുക്ക് ആപ്ലിക്കേഷൻ എഗെയിൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ മുൻപ് ആദ്യ സമയത്ത് തന്നെ ചെയ്തവരോ ഈ രണ്ടാമത് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഏതെങ്കിലും സമയത്ത് ആ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം ഇതിന് ശേഷം വീണ്ടും നൽകുമെന്ന് എൻട്രൻസ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ഏതെങ്കിലും ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എററുകൾ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിനൊരു അവസരം എൻട്രൻസ് കമ്മീഷൻ നൽകും എന്നാണ് എൻട്രൻസ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ കൃത്യമായി വെബ്സൈറ്റിലൂടെ, എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ സെർച്ച് ചെയ്തുകൊണ്ട് ന്യൂസുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലൂടെ നമുക്കറിയാം പഠിച്ച് നേടുക, പരീക്ഷ എഴുതി നേടുക, അതിനോടൊപ്പം അതിലൊക്കെ പ്രാധാന്യമാണ് കൃത്യമായ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത്, ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിദ്യാർത്ഥികളെ അസിസ്റ്റ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും.
നിങ്ങളെ ഏറ്റവും നല്ല വിജയത്തിലേക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻട്രൻസിന് വേണ്ടി പ്രിപ്പറേഷനും ഇതിനോടൊപ്പം പ്രാധാന്യമുള്ളതാണ്. എൻട്രൻസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11ലെയും 12ലെയും പോർഷൻസ് ആണ് പഠിക്കേണ്ടത്, NCERT ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കേണ്ടത്. അങ്ങനെ നന്നായി പഠിക്കുമ്പോൾ അതൊരു ലോങ് ടൈം കോച്ചിങ് ആവട്ടെ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ പാർട്ട് ആവട്ടെ, റിപ്പീറ്റർ ബാച്ച് ആവട്ടെ, ഇതിലൂടെ ഏത് ബാച്ചിലൂടെയും ഏറ്റവും മികച്ചൊരു വിജയത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയെ എത്തിക്കാനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഇതുപോലുള്ള ഏത് പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാം. 2024ലും ഇങ്ങനെ പ്രോഗ്രാമിലൂടെ ആൽഫ അക്കാഡമിയിലെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 720ൽ 710 എന്ന ഏറ്റവും ടോപ്പ് മാർക്കിലൂടെയാണ് ആൽഫയിലെ വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. ആ ടോപ്പ് മാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് വിവിധ എൻട്രൻസ് പരീക്ഷകളുടെ ഓൾ ഇന്ത്യയിലെ 28ഉം 42ഉം റാങ്കുകളും ഓൾ ഇന്ത്യ നീറ്റ് എക്സാമിനേഷനിൽ 710നോടൊപ്പം 677 മാർക്കും 610 മാർക്കും 650 മാർക്കും ഉൾപ്പെടെ ഏറ്റവും മികച്ച മാർക്കുകളോടെയാണ് വിദ്യാർത്ഥികളെ ഈ കോഴ്സുകളിലൂടെയൊക്കെ ആൽഫയിൽ നിന്നും മികച്ച ക്യാമ്പസുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതേപോലെ മിടുക്കരായി പഠിച്ചുയരാനും ആൽഫ അക്കാഡമി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളുടെയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ, ഏറ്റവും നന്നായി കൗൺസിലിംഗ് പ്രോസസ്സിംഗിൽ പങ്കെടുക്കാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.